എനിക്ക് പറ്റൂല, ഇങ്ങനെയുള്ള ആൾക്കാരോട് നിൽക്കാതെ എനിക്ക് പറ്റൂല. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാൽ എന്റെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് നടന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റോക്കി അസി, അതൊരു ഡുവൽ പേഴ്സണാലിറ്റി ആയിട്ട് ബിഗ് ബോസിലേക്ക് കടന്നു വന്നിട്ടുള്ള റോക്കി അസി ഇന്ന് പുറത്തായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും മിനിമം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഉദ്ദേശത്തിനാണോ വന്നിട്ടുള്ളത്, നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം, അതിന് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയധികം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, അതിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അത് സിമ്പിളായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. പക്ഷെ അതിനെ നമ്മൾ തരണം ചെയ്ത് ആ ഒരു സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സക്സസ് കിട്ടുള്ളൂ. ഒരു ചെറിയൊരു നിമിഷത്തെ അവനവൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ ഇഷ്യൂ കൊണ്ടാണ് റോക്കി അസി ഇന്ന് ബിഗ് ബോസ് എന്ന് പോയിട്ടുള്ളത്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ ആ ഫസ്റ്റ് ഇതിൽ കാണിച്ച പോലുള്ള ആ ഒരു എന്താ പറയുക, ഒരു കരച്ചിലും പരിപാടിയും കൂടി ആയതോടുകൂടി സീരിയസ്ലി റോക്കിയുടെ വില കംപ്ലീറ്റ് റോക്കി കളഞ്ഞു കുളിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഇപ്രാവശ്യം റോക്കിനെ ഫീൽ ചെയ്തിട്ട്. സ്പെഷ്യലി ആളുടെ കാര്യങ്ങളൊക്കെ ആരോടും ഒരു മറിയും ഡിപ്ലോമസി ഇല്ലാതെ വെട്ടി തുറന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ ബിഗ് ബോസിൽ വേണ്ടത്. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു, എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതി. ആവശ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പറയുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യം നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടും അതുപോലെ കുറച്ചൊരു തഗ്ഗടിക്കുന്ന ആൾക്കാർ എപ്പോഴും നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് റോക്കി ഉണ്ടായിരുന്നത്. എനിക്ക് സീരിയസ്ലി റോക്കിനെ ഇഷ്ടമായിരുന്നു. ഭയങ്കരമായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു നമ്മൾ ഇതിന് മുന്നേ കണ്ടുള്ള നമുക്ക് ഫേവറേറ്റ് ഉള്ള ആൾക്കാർ അത്രയൊന്നും ഇല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ബിഗ് ബോസ് മെറ്റീരിയലായിരുന്നു. പക്ഷേ റോക്കി പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ എപ്പിസോഡിൽ നടന്ന സംഭവമൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രാവിലെ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂ, പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്ന് ചേർന്നിട്ടുള്ളത് അപ്സരനായിട്ടുള്ള അടിപിടിയാണ്. ഓക്കെ, ഈ അപ്സരയുടെ അടിപിടി, ഞാൻ എപ്പോഴും റോക്കിയുടെ ഈ ഒരു അടിപിടി കാണുന്ന സമയത്ത് റോക്കി ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് ഇൻ ദ സെൻസ് റോക്കി ഭയങ്കരമായിട്ട് ഈ മേലിലേക്ക് തട്ടിക്കയറുക. അപ്പോൾ സ്ത്രീകൾ എന്നുള്ളൊരു വേറൊരു പരിഗണന അവിടെ കൊടുക്കണം എന്നാരും പറയുന്നില്ല. എല്ലാ കണ്ടസ്റ്റൻസും ഈക്വലാണ്. പക്ഷേ ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ ഒരാളായിട്ട് പാലിക്കേണ്ട ആ ഒരു ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊന്നും അവിടെ റോക്കി പാലിക്കുന്നില്ല. ഓക്കെ, റോക്കി ഭയങ്കരമായിട്ട് തട്ടിക്കയറിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഉറപ്പിച്ചത്, നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് 70 ദിവസത്തിനുള്ളിൽ വെട്ടാൻ നിർത്തിയിരിക്കുന്ന ഒരു തന്നെയാണ് റോക്കി എന്നുള്ളത്. കാരണം 70 ഡേയ്സിനുള്ളിൽ റോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി റോക്കി പോകുന്നുള്ള കാര്യം 100% ഷുവറായിരുന്നു. ഇന്ന് രാവിലെ ഈ പ്രശ്നം തുടങ്ങുന്നത് റോക്കിയുടെ എഡിബോഡി വിളികൊണ്ടാണ്. റോക്കി ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, റോക്കി എല്ലാ സ്ത്രീകളാണെന്നുണ്ടെങ്കിലും സ്ത്രീകളൊക്കെ വളരെ മോശമായിട്ട്, സാധാ എഡിബോഡി എന്നുള്ള വിളി മാത്രമല്ല, റോക്കി വിളിക്കുന്ന സമയത്ത് റോക്കി അത്രയും എന്താ പറയുക, യാതൊരുവിധ റെസ്പെക്റ്റ്, ഒരു തുള്ളി പോലും റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതിയിലാണ് റോക്കിയുടെ ആ വിളിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ആ എഡിബോഡി വിളി. പക്ഷെ നേരെ മറിച്ച് അപ്സര തിരിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് റോക്കിനെ പോടാ, ചള്ളു ചെക്ക പോടാ എന്നൊക്കെ പറഞ്ഞ സമയത്ത് റോക്കിക്ക് ഇത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. നിങ്ങളിന്ന് എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് തന്നെ ശ്രദ്ധിച്ചാറില്ല, രാവിലെ തന്നെ റോക്കി ഈ ഒരു എപ്പിസോഡിൽ ഫസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയിരിക്കുന്ന റോക്കിയുടെ പുറത്താകൽ കണ്ടിട്ടുണ്ടായിരിക്കണം. കാരണം വെച്ചാൽ രാവിലെ തന്നെ റോക്കി ഫസ്റ്റ് തന്നെ പറഞ്ഞു സിജോനെ പറ്റി ഒരു ചെറിയ സംഗതി എടുത്തിട്ടും കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ പ്രോപ്പർലി എഡിറ്റഡാണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുള്ള ആ ഇഷ്യൂ കാണിച്ച് അത് റോക്കി പുറത്തേക്ക് പോകുന്നൊരു എപ്പിസോഡും പിന്നെ പ്ലസ് അതിൻ്റെ നോമിനേഷനാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഈ അപ്സരയുടെ കാര്യങ്ങൾ പറയാം. അപ്സര നല്ലൊരു മത്സരാർത്ഥിയാണ്. ഓക്കെ, എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലോകത്ത് എവിടെയും പെരുമാറില്ല. പ്രത്യേകിച്ച് ബിഗ് ബോസ് പറഞ്ഞ ഒരു ഗെയിം ഷോ ആണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആൾക്കാർ കളിക്കുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നിന്നിപ്പോൾ സീരിയസ് ആയിട്ട് റോക്കി ഇപ്പോൾ ഇന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഫസ്റ്റ് തന്നെ ആ അപ്സരേനെ പറഞ്ഞ സമയത്ത് നിൻ്റെ കെട്ടിയോനെ പോയി വിളിക്കുമെന്ന് ഫസ്റ്റ് പറഞ്ഞത് റോക്കിയാണ്. അതിന് മറുപടി ആയിട്ട് മാത്രമാണ് അപ്സര പറഞ്ഞിട്ടുള്ളത്. മറുപടി കൊടുത്തു എന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ആരാണോ ഇത് ഫസ്റ്റ് തുടങ്ങി വെച്ചത് അവരാണ് നിൻ്റെ കുറ്റക്കാരൻ. സ്വാഭാവികമായിട്ട് റോക്കി പറഞ്ഞ സമയത്ത് അപ്സര തിരിച്ചു പറഞ്ഞു, അതാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ ഒരു അടി സ്റ്റാർട്ട് ചെയ്തതും ഇത് ഭയങ്കര സംഭവങ്ങളിലേക്ക് പോയി. അങ്ങനെ അവിടെ റാസ്കൽ എന്ന് പറഞ്ഞിട്ടൊരു വിളി വരികയാണ്. ഇവരൊക്കെ പറയുന്നുണ്ട് എന്ത് മെസ്സേജാണ് പുറത്തേക്ക് കൊടുക്കുന്നത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് മെസ്സേജ് അതൊന്ന് കിട്ടുന്നത്? ഇവർ എന്തൊക്കെ വർത്തമാനം പറയുന്നത്? റോക്കി വായ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഊക്ക്, മലര്, ഈ വക ഡയലോഗുകൾ മാത്രമേ പറയുന്നുള്ളൂ. സാല, ഇതൊക്കെ വിളിക്കുന്ന റോക്കിക്കാണോ? റോക്കിനെ റാസ്കലിന് വിളിച്ചു നാളെ കുട്ടികൾ റാസ്കലിന് വിളിച്ചു തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അൺവാണ്ടഡ് സീനും പരിപാടിയും കാര്യങ്ങളൊക്കെ റോക്കി ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടോടെ
വാട്ട് എവർ. ഇത് നേരെ തിരിഞ്ഞു പോകുന്നത് ഇവൻ്റെ അടുത്തേക്കാണ്, സിജോൻ്റെ കയ്യിലേക്ക്. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയാണ്ട്, ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഫസ്റ്റ് വീക്കിൽ രതീഷിനായിട്ട് ചെറിയ കോൺവെർസേഷനിൽ നീ തൃശ്ശൂർ കാല് കുത്തില്ല എന്ന് രതീഷ് പറഞ്ഞ സമയത്ത് റോക്കി പറഞ്ഞൊരു ഡയലോഗുണ്ട്, നിൻ്റെ അച്ഛൻ്റെ വകയാണോ തൃശ്ശൂർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്ലിയറായിട്ട് റോക്കി അവിടെ രതീഷിൻ്റെ അച്ഛനെ പറയാം. രതീഷ് ആയതൊരു ഒറ്റ കാര്യം കൊണ്ടല്ലേ അല്ലേ, വേറെല്ലാവരാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പക്ഷേ അവിടെ എന്താ വെച്ചാൽ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു സംയമനം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. സിജോ നല്ല അടിപൊളി ഗെയിമറാണ്, സൂപ്പർ ഗെയിമറാണ്. സിജോ അതിൻ്റെ ഉള്ളിൽ എന്തിനാണ് വന്നിരിക്കുന്നത് സിജോയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് സിജോ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. ബിഗ് ബോസിൻ്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സിജോയ്ക്ക് അറിയാം. സിജോ വളരെ അടിപൊളിയായിട്ട് പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് കളിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, പ്രത്യേകിച്ച് പിന്നെ റോക്കിനെ പോലെ ഒരു വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുമാതിരി കളിയാക്കുന്ന കണ്ടീഷനിൽ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും. ആ ദേഷ്യം പിടിക്കലാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഭയങ്കരമായിട്ട് സിജോ കറക്റ്റ് റോക്കിയുടെ മർമ്മം നോക്കി അടിച്ചു എന്നേ പറയുന്നുള്ളൂ. മർമ്മത്ത് നോക്കി അവിടെ സംസാരിച്ചു. ഇപ്പം സിജോ പറയുന്നുണ്ട് ഞാൻ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കളിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സിജോ വളരെ ക്ലിയർ ആയിട്ട് പ്രൊവോക്ക് ചെയ്ത് തന്നെ ആണ് ഉണ്ടായത്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്താണെന്നുണ്ടെങ്കിലും ശരിക്ക് ആദ്യം തന്നെ ഈ ഒരു പിന്നെ സിജോ ജസ്റ്റ് ഇങ്ങനെ താടിയുടെ അവിടെ ഇങ്ങനെ തൊടുന്നേ ഉള്ളൂ കുഞ്ഞുവാ വന്നിട്ട്. കാരണം അത് ആ കറക്റ്റ് പോയിന്റിൽ അടിക്കണേ. കാരണം ഇവർ ട്രിഗർ ഏതിലാണ് പിന്നെ ട്രിഗർ ആവുക, ആ ട്രിഗർ ആവുന്നതിലാണ് അവിടെ അടിക്കുന്നത്. ആ അങ്ങനെ തൊടുന്ന സമയത്ത് കുഞ്ഞുവാവ എന്നിട്ട് ഇതാക്കുന്നു. ഇവിടെ നേരെ സിറ്റുവേഷൻ മാറുന്നു. നീ എൻ്റെ പുറത്ത് ആ സംസാരം കേൾക്കുന്ന ആ റോക്കിയുടെ ടോണ് മാറുന്നതും ആ ഒരു സംസാരത്തിൻ്റെ ആ ഒരു ഗ്രാഫ് പോകുന്ന കണ്ടറിയാം. ഇപ്പം അങ്ങനെ റേസ് ഇവൻ്റെ എനിക്കൊന്ന് ഇവന് ബി പിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. തലയിലേക്ക് ഇവൻ്റെ അങ്ങനെ ബ്ലഡ് റഷ് ചെയ്ത് കയറി ഇവനെ പഠിക്കുന്നുള്ള കണ്ടീഷനിൽ ഞാനത് കണ്ട. സ്വാഭാവികമായിട്ട് പ്രൊമോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇവൻ അടിച്ചു എന്നുള്ളതല്ലേ. പക്ഷേ ഈ പ്രൊമോ കണ്ടില്ലെങ്കിൽ തന്നെ ഈ സംസാരം പോകുന്ന പോക്ക് കണ്ടാൽ തന്നെ ഒരു എല്ലാവർക്കും കണ്ടാൽ മനസ്സിലായി ഇവൻ അടിക്കാൻ പോകുകയാണെന്നുള്ളത്. ആ പുറത്തോട് തൊടുന്ന നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഇടിയാണ് സിജോന് നല്ലോണം കിറങ്ങിയിട്ടുണ്ടായിരിക്കും. എന്താണ് ഇപ്പോൾ ഇതുകൊണ്ട് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ചങ്ങാതി അവൻ്റെ ഇത് നശിപ്പിച്ച് കളഞ്ഞില്ലേ, അതല്ലേ ഉണ്ടായത്. അവൻ എന്നിട്ട് അതൊക്കെ പോട്ടെ, ഇവൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവൻ അവിടെ ഇരുന്നിട്ട് ഇവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ ഇറങ്ങി പോവാണ് എനിക്ക് ഇതിനെ വേണ്ട വാടാ അടിക്കടാ തല്ലി തീർക്കടാ എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി വലിയ മാസമായി നിന്നിട്ടുള്ള റോക്കി ബായി നേരെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അങ്ങോട്ട് കരച്ചിൽ. സീരിയസ്ലി അവിടെയാണ് ഞാൻ സത്യം പറഞ്ഞ ചങ്ങാതി എന്താടോ നിൻ്റെ കഥ. അതാണ് ഞാൻ ആദ്യം കാണിച്ചത് പറയാം, നീ മീശയും വെച്ച് ഇങ്ങനെ കരയിലടാന്ന് പറയാൻ തോന്നിയത്. നീ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്തിൽ നിന്നിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും പിന്നെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്ന കരയുക. ഞാൻ 6 വർഷത്തെ ഇതുകൊണ്ടാണ് ഇരുന്ന് കരയുന്നത്. അവിടെ റോക്കിയുടെ വില കളഞ്ഞു. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് എന്നാൽ ഒരു ഗെയിം ഷോ ആണ്, എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. അതിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. പല കാര്യങ്ങളും ഒരു മൈൻഡ് ഗെയിമാണ് ഇതിനുള്ളിൽ കളിക്കുന്നത് അല്ലേ. അവിടെ ഫിസിക്കൽ അസോൾട്ട് പാടില്ല, അത് വളരെ ക്ലിയറാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് പോയി ചെയ്തോടുകൂടി ഫിസിക്കൽ അസോൾട്ട് കഴിഞ്ഞ് പോയതോടുകൂടി വീണ്ടും പിന്നെ പുറത്ത് ഇവരൊക്കെ പാടിരുന്നിട്ട് ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ അടി കിട്ടിയവൻ ഒരുത്തൻ അടി കിട്ടിയവനെ പോയി ആശ്വസിപ്പിക്കാതെ അടിച്ചവനെ വിചാരിച്ചിട്ട് എൻ്റെ ഭഗവാനെ അൻസിബേൻ്റെയും ഇവരൊക്കെ ഡ്രാമ കണ്ടിട്ട് ഒരു രക്ഷയില്ല. ഋഷി ആദ്യം തന്നെ ഉറപ്പിച്ചു, ഋഷി തന്നെ അവർ ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കാം ഋഷിക്ക് വിഷമം വന്ന് കരുതത്. പക്ഷേ സീരിയസ്ലി ഞാൻ പറയാം, അൻസിബ ഇത്ര അധികം എന്നെ വെറുപ്പിച്ചൊരു കണ്ടസ്റ്റൻ്റ് ഈ ഒരു സീസൺ 6 വേറെ ആളുണ്ടായിട്ടില്ല. അൻസിബനെ എനിക്ക് ആദ്യം തന്നെ അൻസിബ ഒരു കുരുട്ട് ബുദ്ധിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുത്തിത്തിരിപ്പ് പോകും. ഇത് നമുക്ക് അത് ആരാണെങ്കിലും കളിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കാൻ വേണ്ടത്, അല്ലാണ്ട് ഉള്ളിലൂടെ വന്ന് പണി തരല്ല വേണ്ടത് അല്ലേ. ഈ ഒരു കണ്ടീഷനിൽ ആണ് അൻസിബ അവിടെ ഇരുന്നിട്ട് ഇവനെ പറ്റി പറയാം. ആൾ രാവിലെ തൊട്ട് എല്ലാവരും കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ റോക്കിനെ പിടിച്ചിട്ട് എന്തോ ഭയങ്കര മഹത് വ്യക്തിയാക്കി വെച്ചിട്ട് അടി കൊണ്ട സിജോനേക്കാളും ഏറ്റവും വലിയ പിന്നെ പ്രശ്നം അവിടെ കരയുന്നത് റോക്കി പോയ അൻസിബയ്ക്കും റോക്കി പോയ ജാൻമണിക്കാണ് പ്രോബ്ലം. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും സിജോ ഒരു തരത്തിൽ സിജോൻ്റെ നല്ല മനസ്സായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം സിജോ പറഞ്ഞു എനിക്ക് പിന്നെ അവനോട് യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ്, കാരണം അതിന് കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ സിജോ ഇവനെ സിജോ ഇവനെ ഇതിനുള്ളിലേക്ക് വരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ പോലും ബിഗ് ബോസ് വിടില്ലായിരുന്നു. വിട്ട് വന്നു കഴിഞ്ഞാൽ അത് അതിലേറെ വലിയ സീനായിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അവൻ്റെ ഔദാര്യം കൊണ്ട് ഇവിടെ നിൽക്കണു എന്നുള്ള കണ്ടീഷൻ അവിടെ വരും. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും അസി റോക്കി അവിടുന്ന് പുറത്തായിട്ടുണ്ട്. ഇതോടുകൂടി അസി റോക്കിയുടെ 6 വർഷത്തെ ഇന്ദു ജോർഡന് ജയിലിൽ കഴിഞ്ഞ് ഇറങ്ങി വന്നത് താടിക്ക് തോണ്ടി ഔട്ടാവാനാണെന്നുള്ളത് അറിഞ്ഞില്ല. വാട്ട് എവർ ഇത് ഏതെങ്കിലും ഒരു ദിവസം നടക്കേണ്ട സംഭവം തന്നെയായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ സംഭവം. പിന്നെ നോമിനേഷൻ ഭയങ്കര ഹാപ്പി ഉണ്ട്. കാരണം വെച്ചാൽ ഏകദേശം 10 വോട്ടാണ് ഇവന് കിട്ടിയിരിക്കുന്നത്, ഗബ്രിക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെൽ ഡിസേർവ്ഡ് ആട്ടോ.
അവൻ സീരിയസ്ലി ഞാൻ പറയാം നെക്സ്റ്റ് നോമിനേഷനിൽ ഗബ്രി വരണം. അവൻ പോകണം എന്നാണ് എൻ്റെ ഒരു കാരണം. വെച്ചാൽ ജാസ്മിൻ ജാഫറിൻ്റെ കളി പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഗബ്രി ഹാസ് ടു ഗോ. ഗബ്രി ഒരു ജാസ്മിൻ്റെ വാലുമ തൂങ്ങി നടക്കുന്ന ഒരു ചെറിയൊരു ചെക്കനായിട്ട് മാത്രമാണ് ഗബ്രീനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഹി ഹാസ് ടു ഗോ ആൻഡ് ജാസ്മിൻ മര്യാദയ്ക്ക് കളിച്ച് ബാക്കിയുള്ള സംഗതിയായിട്ട് മുന്നോട്ട് പോകണം. ബിക്കോസ് ജാസ്മിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യലും പരിപാടിയൊന്നും ഗബ്രിക്ക് ഉണ്ടതായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവൻ ജാസ്മിൻ്റെ വാലാണ്. ഓക്കെ, ജാസ്മിൻ്റെ പാവാടക്കാർ തൂങ്ങി നടക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു വേസ്റ്റ്, ഒരു വാഴ എന്ന് മാത്രമേ ഗബ്രീന് പറയാനുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സംഭവം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണെന്നുണ്ടെങ്കിലും റോക്കി പോയത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗെയിം ഷോനെ സംബന്ധിച്ച് കുറച്ച് കഷ്ടമാണ്. പക്ഷേ ഹി ഹാസ് ടു ഗോ. ഒരിക്കലും ഒരാളെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ മാൻ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നോർമൽ ലൈഫിൽ തന്നെ പറ്റില്ല. ബിഗ് ബോസ് പോലത്തെ എത്ര അധികം സ്ട്രോങ് ആയിട്ട് എന്താ പറയുക നിയമവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇറ്റ്സ് റിയലി ബാഡ്. അപ്പോൾ അത് ഹി ഹാസ് ടു ഗോ. തൊട്ടിട്ടുണ്ടെങ്കിലും അത് നിർബന്ധമായിട്ട് പോകണം. അത് മാത്രമല്ല, നമുക്കറിയാലോ പണ്ട് റിയാസൊക്കെ റോബിന് വെറുതെ ജസ്റ്റ് തോണ്ടി എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടാണ്. ഇത് നല്ല 1ാം ക്ലാസ് ഇടിയാണ്, അവന് കിറുങ്ങുന്ന രീതിയിലുള്ള ഇടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും നോമിനേഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും ഗബ്രിയുടെ സ്ഥിതി എന്താ അറിയില്ല, വോട്ട് പൊസിഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചായാലും ബാക്കി പോകുന്ന കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.